നമസ്കാരം. ഇടുക്കി രൂപതയ്ക്ക് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുകയാണ് താമരശ്ശേരി രൂപതയും. രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിലെ കുടുംബ കൂട്ടായ്മയിലാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല എല്ലാ ആളുകളും പരമാവധി ഇത് കാണണമെന്നും അതിനോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ലിങ്ക് ഷെയർ ചെയ്യണമെന്നും കൂടി ഉള്ള നിർദ്ദേശവും താമരശ്ശേരി രൂപത വിശ്വാസികൾക്ക് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ദ കേരള സ്റ്റോറി എന്ന ചിത്രം ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചത്. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിശ്വാസ പരിശീലന ക്ലാസിന്റെ ഭാഗമായാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചത്. ചിത്രം ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പ്രദർശിപ്പിച്ചത് എന്ന് ഇടുക്കി അതിരൂപതയുടെ മീഡിയ ഡയറക്ടറായ ജിൻസ് കാരക്കോട്ട് ഒരു വിശദീകരണവും നൽകിയിരുന്നു. രൂപതയിൽ 10 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുന്നിലാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത്. സുവിശേഷ ഉത്സവത്തിന്റെ ക്ലാസ്സുകളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രണയമായിരുന്നു. നമുക്കറിയാം, പലപ്പോഴും കൗമാരത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് ഇത്തരം വിഷയങ്ങളിലൊക്കെ കൗൺസിലിങ്ങുകൾ പല കൂട്ടായ്മകളും നൽകാറുണ്ട്. പ്രത്യേകിച്ചും പള്ളികളിലുള്ള കൂട്ടായ്മകൾ ഇതിന് ഒരു കൂടുതൽ പ്രാധാന്യം നൽകാറുണ്ട്. എന്തായാലും കുട്ടികൾ പ്രണയത്തിൽ അകപ്പെടുന്നത് പലപ്പോഴും കുടുംബത്തെ വിഷമഘട്ടത്തിലാക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കുട്ടികളുടെ മുന്നിലേക്ക് എത്തിച്ചത് എന്നായിരുന്നു ഇടുക്കി രൂപത നൽകിയ വിശദീകരണം. OTT പ്ലാറ്റ്ഫോമുകളിൽ അടക്കം റിലീസ് ചെയ്ത ഒരു ചിത്രമാണ്. മാത്രമല്ല ചിത്രത്തിന് ഒരു നിരോധനവും നാട്ടിൽ ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചതെന്നുകൂടി ഇടുക്കി രൂപത കൂട്ടിച്ചേർത്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ കുടുംബ കൂട്ടായ്മകളിൽ തലശ്ശേരി രൂപത കൂടി ദി കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത്. എന്തായാലും കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇത് ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. നമുക്കറിയാം, ഈ താമരശ്ശേരി രൂപതയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംഭവത്തിൽ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സംഘപരിവാർ അജണ്ടയാണ്, ന്യൂനപക്ഷങ്ങളെ അവർ ലക്ഷ്യം വെക്കുന്നു തുടങ്ങിയ പതിവ് പല്ലവി തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത്. എന്തായാലും ഇതൊന്നും ചെവിക്കൊള്ളാതെ കേരളത്തിലെ കൂടുതൽ രൂപതകൾ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നതിലേക്ക് കടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.